ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ PSCയുടെ ക്ലാസ് ആണ്. PSCയുടെ ക്ലാസ്സിൽ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ശതമാനം എന്ന ഒരു ടൈപ്പ് നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ ഇതില് അതിന്റെ ബാലൻസ് ആണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ ശതമാനം അല്ലെങ്കിൽ പെർസെന്റേജ് എന്നുള്ള ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന മോഡൽസ് ഏതൊക്കെയാണെന്ന്. ഓക്കെ, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഒരു പരീക്ഷയ്ക്ക് വിജയിക്കാൻ 40% മാർക്ക് വേണം. 120 മാർക്ക് ലഭിച്ച ഒരു കുട്ടി 80% മാർക്കിന്റെ കുറവിൽ പരാജയപ്പെട്ടുവെങ്കിൽ എത്ര മാർക്കിനാണ് പരീക്ഷ എഴുതിയത്? നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്ക് കുറച്ച് ശ്രദ്ധിച്ച് നമ്മൾ വായിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു കുട്ടി പരീക്ഷ വിജയിക്കുക, എക്സാം പാസ്സാവുന്നതിന് വേണ്ടിയിട്ട് 40% മാർക്ക് വേണം. 40% മാർക്ക് കുട്ടിക്ക് വേണം. 120 മാർക്ക് ലഭിച്ച ഒരു കുട്ടി, 120 മാർക്ക് ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. 80% മാർക്കിന്റെ കുറവിൽ പക്ഷെ പരാജയപ്പെട്ടു. അതായത് 120 മാർക്ക് കിട്ടിയ ആ കുട്ടി 80 മാർക്കിന്റെ കുറവിൽ പരാജയപ്പെട്ടു എങ്കിൽ എത്ര മാർക്കിനാണ് പരീക്ഷ നടത്തിയത്? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇത് നമ്മള് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, പരീക്ഷയ്ക്ക് വിജയിക്കാൻ 40% മാർക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 40% മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ 120 മാർക്ക് കിട്ടിയ ഒരു കുട്ടി 80% മാർക്കിന്റെ കുറവിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. 120 മാർക്ക് കിട്ടിയ ഒരു കുട്ടി 80 മാർക്കിന്റെ കുറവിൽ പരാജയപ്പെട്ടു. അപ്പോൾ നമ്മൾ 80 മാർക്ക് ആ കുട്ടിക്കില്ല, കുട്ടിക്ക് 80 മാർക്ക് വരുന്നില്ല. 120 മാർക്ക് ആയപ്പോഴത്തേക്കും കുട്ടി പരാജയപ്പെട്ടു. 80 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ കുട്ടി പാസ്സായേനെ അല്ലെ? അപ്പൊ നമ്മള് 120 മാർക്കിന്റെ കൂടെ 80 മാർക്ക് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് 200 കിട്ടും, 200 കിട്ടും. 80 മാർക്കിന്റെ കുറവ് കൊണ്ടാണ് കുട്ടി പരാജയപ്പെട്ടത്. അപ്പോ നമുക്ക് 80 മാർക്ക്, ഈ കിട്ടിയിരിക്കുന്ന മാർക്കിന്റെ കൂടെ ഒരു 80 മാർക്ക് കൂടെ ആൾക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒരു 200 ആള് വിജയിക്കും, പാസ്സാവും. അപ്പൊ 200 മാർക്ക് കിട്ടി അയാൾക്ക് വിജയിക്കാൻ സാധിക്കും 80 മാർക്ക് നമ്മൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ. അത് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. 120 മാർക്കുള്ള കുട്ടി 80 മാർക്കിന്റെ കുറവില് പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ 80 മാർക്കോടെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും കുട്ടി വിൻ ചെയ്തിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്, 200 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വിജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 200 ആണ്. കാരണം 200 കിട്ടിയാലേ പാസ്സാകത്തുള്ളൂ. പക്ഷെ ഈ കുട്ടിയോ 80 മാർക്കിന്റെ കുറവില് പരാജയപ്പെട്ടു. അപ്പൊ നമുക്ക് പറയാൻ പറ്റും വിജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഈ 120 പ്ലസ് 80 ആണ്. അതെന്ന് പറയുന്നത് 200 ആണ്, 200 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് വിജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 200 ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ വിജയിക്കാൻ വേണ്ട ശതമാനം തന്നിട്ടുണ്ട്. അതായത് പരീക്ഷയ്ക്ക് 40% മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ, പാസ്സാവാൻ പറ്റത്തുള്ളൂ. ഒരു എക്സാമിന് 40% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, പാസ്സാവാൻ പറ്റത്തുള്ളൂ. അപ്പൊ 40 നമുക്കിപ്പോ ഇവിടെ മാർക്കായിട്ട് തന്നിട്ടുണ്ട്. അതായത് 200 മാർക്ക് കിട്ടിയെങ്കിലേ കുട്ടി വിജയിക്കും. പാസ് മാർക്ക് 200 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ഇവിടെ തന്നിട്ടുണ്ട്, 40% ശതമാനോട് തന്നിട്ടുണ്ട്. 40% കിട്ടിയാല് വിജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 40% തന്നെയല്ലേ ഈ 200 എന്ന് പറയുന്നത് അല്ലെ? അതായത് 40% കിട്ടിയാലും വിജയിക്കും, 200 കിട്ടിയാലും പാസ്സാവും. അപ്പൊ ഇതെന്ന് പറയുന്നത് ശതമാനത്തിലല്ല തന്നിരിക്കുന്നത്, ഇത് ശതമാനത്തിൽ തന്നിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ 40% പറയുന്നത് 200 ആണ്. അതായത് ഇതാണ് എന്തെന്ന് പറയുന്നത്, പാസ് മാർക്ക് എന്ന് പറയുന്നത് ഈ 40% അല്ലെന്നുണ്ടെങ്കിൽ ഈ 200 ആണ് പാസ്സാവേണ്ട മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് നിന്നാണ് ആൻസറിലേക്ക് വരിക. അപ്പൊ 40% എന്ന് പറയുന്നത് 200 ആണ്. അപ്പൊ നമ്മൾ ഇതിനകത്തുനിന്ന് 1% എന്ന് പറയുന്നത് എത്രയെന്ന് കണ്ടുപിടിക്കും. 1% എന്ന് പറയുന്നത് 40% എന്ന് പറയുന്നത് 200 ആണെങ്കിൽ 1% എന്ന് പറയുന്നത് സമം ഈ 200നെ 40 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് 240 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? വെട്ടിപ്പോവും, 20/4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 40% എന്ന് പറയുന്നത് 200 ആണ് എങ്കിൽ 1% എന്ന് പറയുന്നത് 200/40 ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ 40% കിട്ടിയ ഒരു കുട്ടി പാസ്സാവും. പക്ഷെ കുട്ടിക്ക് ഫുൾ മാർക്ക് കിട്ടത്തില്ല. ഒരു എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും എക്സാമിന് ഫുൾ മാർക്ക് എന്ന് പറയുമ്പോൾ 100% വരിക. ഇത് 40%, ഒരു 100%ന്റെ 40% കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടി വിജയിച്ചു.
അപ്പൊ 100% എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ മാർക്കാണ്. ഫുൾ മാർക്ക് എന്ന് പറയും. 1% ആദ്യം കണ്ടുപിടിക്കുക. 1% എന്ന് പറയുന്നത് ഇതിനെ 200നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. അതിനുശേഷം 100% എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 100% നമുക്ക് ആ ഒരു എക്സാമിന്റെ ഫുൾ മാർക്ക് എന്ന് പറയുന്നത് 100%. കുട്ടി ഇപ്പൊ 100%ഉം കോളേജ് അല്ലെങ്കിൽ സ്കൂളിന് വിജയ ശതമാനം ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികൾക്കും ആ ഒരു ഇക്വലന്റ് ആയിട്ട് നമ്മൾ പാസ്സായിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ പറയുന്നത് 100% ആ എക്സാമിന്റെ മാർക്ക്. പക്ഷെ 40% കിട്ടിയെങ്കിൽ വിജയിക്കും. അതായത് 200 മാർക്ക് കിട്ടിയ വിജയിക്കും. 100% എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 200നെ ശതമാനം കണ്ടുപിടിക്കാനായിട്ട്, ഒരു സംഖ്യയുടെ ശതമാനം കണ്ടുപിടിക്കാൻ 100% കണ്ടുപിടിക്കാനായിട്ട് ആ സംഖ്യയെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോ 200/40നെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ 0യും 0യും വെട്ടിക്കളയാം. പിന്നെ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. പിന്നെ ഈ 2നെ ഇവിടെ നമുക്ക് വെട്ടിക്കളയാൻ സാധിക്കും. ഇങ്ങനെ വെട്ടിക്കളയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 500. 500 എന്ന് ആൻസർ വരും. 500ല് ടോട്ടൽ മാർക്ക് 500 ആയിരുന്നു. അതിനകത്തുനിന്ന് 200 മാർക്ക് കിട്ടിയ വിജയിക്കും. അതായത് 40%. ഓക്കെ. അപ്പൊ ഈ കുട്ടിക്ക് 200 കിട്ടിയിട്ടില്ല, 120 ഉള്ളൂ. അപ്പൊ 80ഓടെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുട്ടി പാസ്സാവും. ഇപ്പൊ 200 മാർക്ക് കിട്ടും. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എത്ര മാർക്കിനാണ് പരീക്ഷ നടത്തിയതെന്ന്. അതായത് എക്സാമിന്റെ ഫുൾ മാർക്ക്. ഫുൾ മാർക്ക് എന്ന് പറയുന്നത് അതായത് 100% എന്ന് പറയുന്നത് 500 മാർക്ക്. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് മോഡലിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഏതാണെന്ന്. രാമുവിന്റെ വരുമാനം രാജുവിന്റെ വരുമാനത്തെക്കാൾ 25% കൂടുതലാണ് എങ്കിൽ രാജുവിന്റെ വരുമാനം രാമുവിന്റെ വരുമാനത്തെക്കാൾ എത്ര ശതമാനം കുറവാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നാം. പക്ഷെ നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഒരാളുടെ വരുമാനം അടുത്ത ആളുടെ ഇൻകമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 2 പേരുടെ വരുമാനത്തെ ഇൻകമിനെ അവർ കമ്പയർ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ വരുമാനം രാജുവിന്റെ വരുമാനം രാമുവിന്റെ വരുമാനം രാജുവിനേക്കാൾ 25% കൂടുതലാണെന്ന്. രാമുവിന്റെ വരുമാനം രാജുവിനേക്കാൾ 25% കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ രാജുവിന്റെ വരുമാനം രാമുവിനേക്കാൾ എത്ര പെർസെന്റേജ് കുറവാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരെ തിരിച്ച് എത്ര പെർസെന്റേജ് കുറവാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇക്വേഷൻ നോക്കാം എന്താണെന്ന്. എയുടെ വരുമാനം, ഒരാളുടെ വരുമാനം ബിയുടെ വരുമാനത്തെക്കാൾ 6% കൂടുതലാണെങ്കിൽ, ആദ്യം പറയുന്നത് കൂടുതലാണെന്നാണ്. കൂടുതലാണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇത്ര പെർസെന്റേജ് കൂടുതലാണെന്ന്. ബിയുടെ വരുമാനം എയുടേതിനേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കുമെന്നാണ്. അപ്പോൾ ഇത്രയും പെർസെന്റേജ് കുറവായിരിക്കുമെന്നാണ്. അതായത് 6/100 + R × 100% കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു എത്ര ശതമാനം കുറവായിരിക്കും എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാതെ എങ്ങനെ അപ്ലൈ ചെയ്യാം. 6/100 + R × 100. 100 + R × 100. അപ്പൊ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. 6 എന്ന് പറയുന്നത് പെർസെന്റേജ് ആണ്. ഇവിടെ 25% തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ R. അപ്പൊ 6 എന്ന് പറയുന്നത് 25 എന്ന് വരും. പിന്നെ 100 അതുപോലെ എഴുതുക, പ്ലസ് പിന്നെ ഇവിടുത്തെ 6 വീണ്ടും ആ 25 എന്നുള്ളത് എഴുതുക, × 100. ഓക്കെ. ഇനിയിപ്പോ നോക്കേണ്ടത് വെട്ടിക്കളയാം നമുക്ക്. 100 + 25 125. അപ്പൊ 25/125 × 100 എന്ന് വരും. ഓക്കെ. അപ്പൊ നമുക്കിത് വെട്ടിക്കളയാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ വെട്ടുണ്ടെന്ന്. ഇവിടെ നമുക്ക് 25 125 എത്ര പ്രാവശ്യം ഈസി ആയിട്ട് 25 125 നോക്കുമ്പോൾ തന്നെ നമുക്കൊരു വെട്ടിപ്പോകുന്ന രീതി തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇപ്പൊ 25നെ 125 നമുക്ക് കട്ട് ചെയ്യാം. 25നെ 5 ടൈം ആണ് 125. 25 5 ആണ് 125. പിന്നെ ഈ 5നെ വീണ്ടും ഇതും കൊണ്ട് വെട്ടുമ്പോഴത്തേക്കും 10ല് 2 പ്രാവശ്യം, പിന്നെ വീണ്ടും 10ല് 5 പ്രാവശ്യം, 0 2 10. അപ്പൊ 20 പ്രാവശ്യം. 5ല് 20 × 5 ആണ് 100. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ഈ 20 എന്ന് പറയുന്നത് പെർസെന്റേജ് ആണ്. ഇതാണ് നമുക്ക് ഓപ്ഷനിൽ കാണുന്ന ഒരു ആൻസർ ആയിരിക്കും. 20 എന്ന് പറഞ്ഞ പെർസെന്റേജ് ആണ്. ഇത്രയും പെർസെന്റേജ് കുറവായിരിക്കും ഇയാളുടെ വരുമാനം. അപ്പൊ നമുക്ക് ഇതാണ്
ഇനി ഒരാളുടെ വരുമാനം അടുത്ത വരുമാനം കമ്പയർ ചെയ്യുമ്പോൾ ഇൻകമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ നോക്കുക R/100 പ്ലസ് R ഇൻറ്റു 100 എന്നുള്ള പറയുന്നത് എത്ര ശതമാനം കുറവായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, നിങ്ങൾ വേറെ നമ്പേഴ്സ് ഒക്കെ കിട്ടുന്നത് ചെക്ക് ചെയ്യുക. അപ്പൊ ഈ ഇക്വേഷൻ രണ്ടു പ്രാവശ്യം ബൈഹാർട്ടായിട്ട് പഠിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലിരുന്നെന്ന് വരത്തില്ല. അപ്പൊ കുറച്ചുകൂടെ എക്സാമ്പിൾ ഇട്ട് പഠിക്കുക, അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വരും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വരുമാനം, അതായത് ഇൻകത്തിനെ കമ്പയർ രണ്ടാളുടെ ഇൻകം കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനകത്ത് എത്ര ശതമാനം കുറവാണ് മറ്റുള്ളേക്കാൾ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ നമ്മള് കുറവാണെന്നുണ്ടെങ്കിൽ R/100 പ്ലസ് R ഇൻറ്റു 100 എന്ന് എഴുതിയിരുന്നു. R എന്ന് പറയുന്നത് ശതമാനമാണ്, തന്നിരിക്കുന്ന ശതമാനമാണ് തന്നിരിക്കുന്നത്. അപ്പൊ കുറവെന്നും എത്ര ശതമാനം കുറവായിരുന്നു എന്ന് ചോദിച്ചപ്പോ നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിരുന്നു. ഇനി ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഒരാളുടെ വരുമാനം, ഈ രാമുവിന്റെ വരുമാനം രാജുവിന്റെ വരുമാനത്തെക്കാൾ 25% കുറവാണ് എങ്കിൽ രാജുവിന്റെ വരുമാനം രാമുവിന്റെ വരുമാനത്തെക്കാൾ എത്ര ശതമാനം കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എത്ര ശതമാനം കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ എത്ര ശതമാനം കുറവാണെന്നായിരുന്നു ചോദിച്ചിരുന്നത് തിരിച്ചുള്ള ആളുടെ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നത്. കൂടുതലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ വരും. അതായത് എ എന്നൊരാളുടെ വരുമാനം ബി എന്നുള്ള ഒരാളുടെ വരുമാനത്തെക്കാൾ ഇത്ര ശതമാനം, 6% കുറവാണെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തെക്കാൾ R/100 മൈനസ് R ഇൻറ്റു 100 കൂടുതലായിരിക്കും എന്നാണ് ആൻസർ വരിക. കൂടുതലായിട്ട് രണ്ട് വരുമാനം കമ്പയർ ചെയ്യുമ്പോൾ കുറവെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ഇടുക, കൂടുതലാണെന്ന് ചോദിക്കുമ്പോൾ ഈ ഇക്വേഷൻ ഇടുക. അപ്പൊ രണ്ടിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറവെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ പ്ലസ് ഇടുന്നു, കൂടുതൽ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മൈനസ് ഇടുന്നു. അങ്ങനെ ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് നോക്കാം ഈ എത്ര ശതമാനം കൂടുതലാണെന്ന്. അപ്പൊ R എന്ന് പറയുന്നത് 25%. അപ്പൊ 25 എന്ന് എഴുതി 100 മൈനസ് R 100 മൈനസ് 125 ഇൻറ്റു 100. ഓക്കെ, അപ്പൊ നമുക്കിതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. 25 ബൈ 100 നിന്ന് 25 പോയാൽ 75 ഇൻറ്റു 100 എന്ന് എഴുതി. അപ്പൊ നമുക്ക് ഇതിനെ നോക്കുമ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന 5ന്റെ നമ്പറും 0 ആണ്. അപ്പൊ 5 കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും, കളയാൻ പറ്റും. അപ്പൊ 25നെ തന്നെ നമുക്ക് 75 കിട്ടാൻ പറ്റും. 25 3 75 അല്ലെ, 25ന് 3 കൊണ്ട് നമുക്ക് 75നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെയോ 100 പിന്നെ പിന്നീട് ഈ 3 പോകത്തില്ല, 3 നമുക്ക് പോകത്തില്ല, ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 100/3% എഴുതാം. അല്ലെങ്കിൽ 100നെ നമ്മൾ ഹരിക്കണം, 100നെ 3 കൊണ്ട് ഹരിക്കണം. അപ്പൊ 3 3 9 1 10 എഗെയിൻ 3 9 1 10 പിന്നെ ഒരു പോയിന്റ് ഇടുക. പിന്നെ പൂജ്യങ്ങൾ 0 താഴെ ഇറക്കി എഴുതാനില്ല, പോയിന്റ് ഇട്ടു, വീണ്ടും 3. അപ്പൊ ഇങ്ങനെ 33.333 ഇങ്ങനെ പോകും. അപ്പൊ 33.33% ആണ് കുറവാണ് ഈ രാജുവിന്റെ വരുമാനം രാമുവിനേക്കാൾ. ഓക്കെ, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇക്വേഷൻ നോക്കിയാൽ മതി, എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷനിൽ കാണാം. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിച്ച ഒരു ഇലക്ഷനിൽ ഒരാൾ 55% വോട്ട് നേടി 400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ട് എത്ര? അപ്പൊ 55% ഇലക്ഷന് വോട്ട് കിട്ടി 400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റിനിൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനുള്ള ട്രിക്സ് ടിപ്സ് എല്ലാം ഉണ്ട് ക്വസ്റ്റിനിൽ തന്നെ. നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് അത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താനുള്ള ഒരു ടിപ്സ് ഇതിനകത്ത് നിന്ന് തന്നെ കിട്ടും. അപ്പൊ നമുക്ക് നോക്കുക, ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 55% വോട്ട് നേടി ഒരാൾ വിജയിച്ചിട്ടുണ്ടെന്ന്. അതായത് ആ 55% എന്ന് പറയുന്നത് 400 വോട്ടിന്റെ ഭൂരിപക്ഷമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആൻസറിലേക്ക് വരികയാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചിരുന്നു. ഒരു രണ്ട് കുട്ടികൾ ഒരു ക്ലാസ്സിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര മാർക്കിനാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നതെന്ന് കുറച്ച് മുമ്പ് ഒരു ക്വസ്റ്റ്യൻസിൽ ഞാൻ കാണിച്ചിരുന്നു. കുറച്ച് അതിലൊന്ന് നോക്കിയാൽ അതും ഇതുമായിട്ട് ഏകദേശം നോക്കുമ്പോഴത്തേക്കും സെയിം രീതിയിലാണ് ഈ ഒരു ആൻസറിലായിട്ട് വരുന്നത്. അപ്പോൾ അതും നോക്കുമ്പോൾ ഇതും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് രണ്ടും ഒരേപോലെയാണ് ചെയ്യുന്നതെന്ന്.
പക്ഷെ ഇത് വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ലാസ്റ്റ് ചോദിച്ചിരിക്കുന്ന ആകെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മെത്തേഡ് എല്ലാം സെയിം ആണ്, ചെയ്യുന്ന മെത്തേഡ് എല്ലാം സെയിം ആണ്. പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ തന്നെ പല രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇത് തന്നെ സെന്റൻസ് ആയിട്ട് വരണമെന്നില്ല. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. അപ്പോഴത്തേക്കും നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ഇത് ഏത് രീതിയിൽ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. വിജയിച്ച സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട്, അതായത് വിജയിച്ച സ്ഥാനാർത്ഥി ഇത്ര പെർസെന്റേജ് ശതമാനത്തില് നമുക്ക് വിജയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 55% വോട്ട് നേടി ആള് വിജയിച്ചു. പരാജയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതോ, ടോട്ടൽ ഒരു പെർസെന്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു മാർക്കിന്റെ ആണെന്നുണ്ടെങ്കിൽ ശരിയോ അല്ലെങ്കിൽ ഒരു വോട്ടിന്റെ ആയാലും, പക്ഷെ എന്തായാലും നമ്മൾ 100% എന്നാണ് പറയുക. ഓക്കെ, ടോട്ടൽ എന്ന് പറയുന്നത് 100% ആണ്. അപ്പൊ ഇവിടെ 55% വോട്ട് നേടി വിജയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കി വരുന്നത് ആർക്കാണ്? ആ ബാക്കി വരുന്ന 100% വോട്ടില് 55% വോട്ട് നേടി ഒരാൾ വിജയിച്ചെങ്കിൽ ബാക്കി വരുന്ന ആ ശതമാനം പരാജയപ്പെട്ട ആൾക്ക് കിട്ടുന്നതായിരിക്കും അല്ലെ. അപ്പൊ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 100%ത്തിൽ നിന്ന് 55 കുറച്ചു. അപ്പൊ 45% പരാജയപ്പെട്ട ആൾക്കും 55% വിജയിച്ച ആൾക്കും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ 100 ഉള്ളൊരു പെർസെന്റേജ് ആണ് എപ്പോഴും ടോട്ടൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 45% കിട്ടി. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 55% പെർസെന്റേജോട് കൂടിയാണ് ഇയാള് വിജയിച്ചിരിക്കുന്നതെന്ന്. അപ്പൊ അത് 55% എന്ന് പറയും. പിന്നെ 100ൽ നിന്ന് 55 കുറച്ച് 45% പരാജയപ്പെട്ട ആൾക്ക് കിട്ടുന്നതാണ്. അടുത്ത ഭൂരിപക്ഷം. അപ്പൊ എത്ര ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്? ഇപ്പൊ പരാജയപ്പെട്ട ആൾക്ക് 45% വോട്ട് കിട്ടി, വിജയിച്ച ആൾക്ക് 55% വോട്ട് കിട്ടി. അപ്പൊ ഭൂരിപക്ഷം കണ്ട എങ്ങനെയാണ്? എത്ര അധികമാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നത്. എത്ര വോട്ട് അധികം വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഭൂരിപക്ഷം. അപ്പൊ 45%ത്തിൽ നിന്ന് 45% കുറയ്ക്കുമ്പോൾ 10 കിട്ടും. ഈ 10% ആണ് ഭൂരിപക്ഷം. ഓക്കെ, ഇപ്പൊ ഒരാൾക്ക് 55 മാർക്ക് കിട്ടിയ ഒരാൾക്ക് 45 ഉള്ളപ്പോ ഇതിനേക്കാൾ എത്ര കൂടുതലാണെന്നാണ് നോക്കേണ്ടത്. ഇതെന്ന് പറയുന്നത് 10%ആണ്. 45 കിട്ടിയ ആളെക്കാളും 10% കിട്ടിയാണ് ഇയാള് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 10% എന്ന് പറയുന്നതാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് ഈ വിജയിച്ച ആള് 400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്ന്. പെർസെന്റേജ് തന്നിട്ടുണ്ട്, അല്ലാതെ നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ 10% ഭൂരിപക്ഷം, ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 10%ആണ്. അപ്പോ ഈ 10% എന്ന് പറയുന്നത് 400 വോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ 10%ത്തിന് 400 എഴുതാം. നമ്മൾ കണ്ടുപിടിച്ചതാണ് 10%. എന്നിട്ട് നമ്മൾ 400 എഴുതുന്നു. അപ്പൊ 400 നമുക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്, അത് ഭൂരിപക്ഷമാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി 100% ആകെയാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്, എത്ര പേര് പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 10% 400 എന്നാണെന്നുണ്ടെങ്കിൽ 1% എന്ന് പറയുന്നത് ഈ 400നെ 10 കൊണ്ട് ഹരിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ 100% കണ്ടുപിടിക്കണം. അതായത് ഫുൾ പോളിംഗ് കണ്ടുപിടിക്കാൻ 100%. അപ്പൊ ഇതിനെ 100 കൊണ്ട് ഗുണിക്കുക. ഗുണിക്കുമ്പോൾ ഈ 0യും കട്ടാവും. പിന്നെ വരുന്നത് ഇവിടെ 400, പിന്നെ ഇവിടെ ഒരു 10ന്റെ 0 ഇവിടെ എഴുതുമ്പോൾ 4000. ഇതാണ് ഇതിന്റെ ഉത്തരം. അപ്പൊ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി, കിട്ടും. ഒത്തിരി ടഫൊന്നുമല്ല. നന്നായിട്ട് നമ്പേഴ്സിലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടും. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. മെത്തേഡിൽ എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മാത്സ് ചെയ്തുകൊണ്ടിരിക്കണം. ടച്ച് വിടാണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മെമ്മറിയിലേക്ക് വരത്തുള്ളൂ. PSC എക്സാമിന്റെ ടൈമിലായാലും നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഒരു പ്രാവശ്യം വിട്ടിട്ട് അത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ അത് മറന്നു പോകും. അപ്പോൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിച്ച ഒരു ഇലക്ഷനിൽ 500 വോട്ട് അസാധുവായിരുന്നു. വിജയിച്ച സ്ഥാനാർത്ഥി സാധുവായ വോട്ടിന്റെ 55% നേടി. 700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ട് എത്ര? പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വോട്ട് അസാധുവായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ വോട്ട് നമുക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കി ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. നമ്മൾ പറഞ്ഞിരുന്നു വിജയിച്ച ആള് 55% നേടിയിരിക്കുന്നത്. പിന്നെ പരാജയപ്പെട്ട ആളോ 100%ത്തിൽ നിന്ന് അപ്പോൾ തന്നെ 55 കുറയ്ക്കുക. അപ്പോ 45% കിട്ടി. അത് പരാജയപ്പെട്ട ആൾക്ക് കിട്ടിയതാണ്. ഓക്കെ, പിന്നെ നമ്മള് എത്ര ശതമാനം നമുക്ക് പോളിംഗ് ഉണ്ടായിരുന്നു കൂടുതൽ കിട്ടിയെന്ന് അറിയാനായിട്ട്
ഈ 55 നിന്ന് 45 കുറച്ചു 10% കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 10% എന്ന് പറയുന്നതാണ് 700. അതായത് 700, അതായത് നമ്മൾ ഇത്ര 700 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂരിപക്ഷം, ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നതാണ് 10%. ഓക്കെ, അപ്പൊ ഈ 10% എന്ന് പറയുന്നത് 700 കിട്ടി. അപ്പൊ 1% എന്ന് പറയുന്നത് 700 ഈ 10 താഴത്തേട്ട് കൊണ്ടുവരും ബൈ 10 ഇൻറ്റു 100. ശതമാനം കാണാനായിട്ട് 100 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഇതിനെ വെട്ടിപ്പോവാം, ഇതും വെട്ടിപ്പോവും. ബാക്കി നമുക്ക് 7000 കിട്ടും. 7000 കിട്ടും. അതായത് 7000 വോട്ടിന്റെ 7000 വോട്ടാണ് ഈ ജയിച്ച ആൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് 500 വോട്ട് അസാധുവായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അസാധുവായത് 500 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് ഈ അസാധുവിടെ വരത്തില്ലേ? ഓക്കെ, വരും. അപ്പൊ നമ്മള് ഈ വിജയിച്ച ആളുടെ പോളിങ്ങും ഈ 500 ചേർക്കണം, എങ്കിലേ നമുക്ക് ടോട്ടൽ കിട്ടത്തുള്ളൂ. ടോട്ടൽ എന്ന് പറയുന്നത്, പോളിംഗ് എന്ന് പറയുന്നത് 700 പ്ലസ് 500 ആയിരിക്കും. അതെന്ന് പറയുന്നത് 7500 ആയിരിക്കും. ഇതായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, ഇതിനകത്ത് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അസാധു ആയതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അസാധു ആയതും സാധു ആയതോടെ കൂട്ടിയെങ്കിലേ നമുക്ക് എന്തെന്ന് കിട്ടത്തുള്ളൂ, നമുക്ക് ടോട്ടൽ കിട്ടത്തുള്ളൂ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വരുമാനത്തിന്റെ തന്നെ സെയിം മോഡലാണ്. കുറച്ചധികം മോഡൽസ് ഉണ്ട് ഈ ഒരു വരുമാനം അല്ലെന്നുണ്ടെങ്കിൽ ഈ ശതമാനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കില്. അപ്പൊ കുറച്ച് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് LDCക്കും അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാം ഒരു മോഡലും അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, തറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എല്ലാ മോഡൽസും നിങ്ങളുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം, പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം, എങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പൊ ഞാൻ ഇതൊരു പറഞ്ഞുതരാം. ഒരാളുടെ വരുമാനം 10% വർദ്ധിപ്പിച്ചു. സ്ഥാപനത്തിന് മാന്ദ്യം വന്നപ്പോൾ 10% കുറച്ചു. എങ്കിൽ അയാളുടെ വരുമാനത്തിൽ എത്ര ശതമാനം കുറവുണ്ടാവും? ഒരാളുടെ വരുമാനം 10% വർദ്ധിപ്പിച്ചിരുന്നു. പിന്നെ സ്ഥാപനത്തിന് മാന്ദ്യം വന്നപ്പോ 10% കുറച്ചു. അപ്പൊ അയാളുടെ വരുമാനത്തിൽ എത്ര % കുറവ് വന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഒരു സംഖ്യ, ഏതെങ്കിലും ഒരു സംഖ്യ, ഇപ്പൊ വരുമാനമോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വർധനവും പിന്നെ കുറവും അങ്ങനെയുള്ള പെർസെന്റേജും കാര്യങ്ങളും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാണ്ട് നമ്മൾ ഇതിന്റെ ഒരു സ്റ്റോറി എന്താണെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്തെല്ലാം ചോദിച്ചിട്ടുണ്ട്, എന്തെല്ലാം തന്നിട്ടുണ്ട്, എന്താണ് ചോദിച്ചിരിക്കുന്നത്, അത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അങ്ങനെ വെച്ചിട്ടാണ് ഈ ആൻസറിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 10% വർദ്ധിപ്പിച്ചു എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഒരു സംഖ്യ X% വർദ്ധിപ്പിക്കുകയും പിന്നീട് ആ സെയിം പെർസെന്റേജ് കുറവ് വരികയും ചെയ്തു. ഇവിടെ 10% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ 10% തന്നെയാണ് കുറച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ വേറെ നമ്പർ അല്ല, ഇവിടെ സെയിം നമ്പർ തന്നെയാണ് കുറച്ചിരിക്കുന്നത്. സെയിം നമ്പർ കുറയ്ക്കുകയും ചെയ്താൽ സംഖ്യയിൽ നിന്ന് ഇത്ര പെർസെന്റേജ്, ഈ ഒരു x/(x²/100) കുറവ് വരുമെന്നാണ് ഇക്വേഷൻ പറയുന്നത്. x²/100. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിത് അപ്ലൈ. അപ്പൊ അയാളുടെ വരുമാനത്തിൽ എത്ര കുറവുണ്ടാവുന്നു നമുക്ക് ഈ ഇക്വേഷൻ നമ്മുടെ ബൈ ഹാർട്ട് ചെയ്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ വർദ്ധിപ്പിച്ചു, സെയിം പെർസെന്റേജ് ഇവിടെ കുറച്ചു. അപ്പൊ നമുക്ക് ഇത് ആൻസർ നോക്കാം. x² എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ 10² എന്ന് പറയുന്നത് 10 × 10 ആണ് ബൈ 100. ഓക്കെ, അപ്പൊ ഇവിടെ 100 പറയാം. 10 × 10 ആണ് 10². നമുക്ക് വെട്ടിപ്പോവും, ഇതും വെട്ടും, ഇതും വെട്ടി. ബാലൻസ് എന്തുണ്ട്? 1. അപ്പൊ 1 ആണ്. എത്ര പെർസെന്റേജ് കുറച്ചു എന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ 1 എന്നാണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ടിവിയുടെ വില 20% വർദ്ധിപ്പിച്ചു. ഡിമാൻഡ് കൂടിയപ്പോൾ വീണ്ടും 10% വർദ്ധിപ്പിച്ചു. എങ്കിൽ ടിവിയുടെ വിലയിൽ എത്ര ശതമാനത്തിന്റെ വ്യത്യാസമുണ്ട്? ഓക്കെ, എത്ര ശതമാനത്തിന്റെ വ്യത്യാസം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യമേ 20% വർദ്ധിപ്പിച്ചിരുന്നു, പിന്നെ 10% വർദ്ധിപ്പിച്ചു. ഒരു ടിവിയുടെ വില ഡിമാൻഡ് കൂടിയപ്പോൾ 10% വീണ്ടും വർദ്ധിപ്പിച്ചു. അപ്പൊ ടിവിയുടെ വിലയുടെ ഈ ശതമാനത്തില് എത്ര രൂപയുടെ വ്യത്യാസം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 20% ആദ്യം വർദ്ധിപ്പിച്ചു, പിന്നെ 10% വർദ്ധിപ്പിച്ചു.
ഈ രണ്ട് വർധനവിലും വന്നിരിക്കുന്ന വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇങ്ങനെ ഒരു ടിവിയുടെ വിലയോ എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റിന്റെ ഒരു പ്രൈസ് തന്നിട്ട് ഇങ്ങനെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്തത് കമ്പയർ ചെയ്ത് ആ ഒരു പെർസെന്റേജിന്റെ ഡിഫറൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇത് ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്, കുറച്ച് ഈസിയാണ് ചെയ്യാനായിട്ട്. പല സമയത്തും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. എ ബി എന്ന് പറയുന്നത് എനെ 20% എന്നും ബിനെ 10% എന്നും എഴുതുക. ഓക്കെ, അപ്പോ എ പ്ലസ് ബി 20 പ്ലസ് 10 പ്ലസ് എ ഇൻറ്റു ബി 20 ഇൻറ്റു 10 ബൈ 100. എ പ്ലസ് ബി പ്ലസ് എ ഇൻറ്റു ബി ബൈ 100. എളുപ്പമാണ് പഠിക്കാനായിട്ട്. എ പ്ലസ് ബി പ്ലസ് എ ഇൻറ്റു ബി ബൈ 100. ഇവിടെ പ്ലസ് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഗുണിക്കുകയില്ല, പിന്നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത് നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. 20 പ്ലസ് 10 30. ഇതെന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. പ്ലസ് 20 ഇൻറ്റു 10. 20 ഇൻറ്റു 10 എത്രയാണ്? 20 ഇൻറ്റു 10 10നെ നമ്മൾ ഏതൊരു സംഖ്യ കൊണ്ടും ഗുണിക്കാനായിട്ട് ആ 0 നമ്മൾ ആഡ് ചെയ്താൽ മതി. 20നെ ഗുണിക്കുകയാണെങ്കിൽ 200. 10ന്റെ 0 ആഡ് ചെയ്യുമ്പോൾ 200 കിട്ടും. ബൈ 100 കിട്ടും. ഈ 2 0 വെട്ടിപ്പോവില്ലേ? വെട്ടിപ്പോവും. ഇവിടെ എത്രയുണ്ട്? 30. അപ്പോ 30 ഇവിടെയുണ്ട്. പ്ലസ് ഇവിടെ എത്രയുണ്ട്? 2. അപ്പൊ എത്ര കിട്ടും? 32. ഇതായിരിക്കും ഇതിന്റെ ആൻസർ വരും. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ നോക്കുക. അപ്പൊ ഇങ്ങനെ കുറച്ച് മോഡൽസ് ശതമാനത്തിന്റെ പെർസെന്റേജിന്റെ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. എല്ലാ മോഡൽസും നോക്കിയെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യനിലായിട്ട് നമുക്ക് പോകുമ്പോൾ നമുക്കൊരു ഈസി ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മോഡൽസ് ബാലൻസ് വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഇതിന്റെ ബാലൻസ് മോഡലുമായിട്ട് കാണാം.